പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ കന്യാകുമാരിയിലെ ധ്യാനത്തിന്റെ വാർത്തയിലേക്ക് വരാം. നാളെ വൈകുന്നേരം വരെയാണ് ധ്യാനം. ഇന്നലെ കന്യാകുമാരിയിലെത്തിയ പ്രധാനമന്ത്രി ദേവീക്ഷേത്രം സന്ദർശിച്ചതിന് ശേഷമാണ് വിവേകാനന്ദ പാറയിൽ ധ്യാനം ആരംഭിച്ചത്. കന്യാകുമാരിയിൽ ഏർപ്പെടുത്തിയ സുരക്ഷയും നിയന്ത്രണങ്ങളും തുടരുകയാണ്. രാവിലെ തന്നെ മോദി വിവേകാനന്ദ പാറയിൽ ധ്യാന കേന്ദ്രത്തിന് പുറത്തിറങ്ങി സൂര്യോദയം ആസ്വദിക്കുകയും ചെയ്തിട്ടുണ്ട്. അല്ലമീൻ നമുക്കൊപ്പം ചേരുന്നു. അല്ലമീൻ, വെരി ഗുഡ് മോർണിംഗ്. ഇന്ന് രാവിലെ അല്ലമീൻ തെളിഞ്ഞ അന്തരീക്ഷത്തിൽ സൂര്യനെ കണ്ടോ? ആ തെളിഞ്ഞ സൂര്യനെ നോക്കി നിൽക്കുന്ന മോദിയെ കണ്ടോ? എന്താണ് കന്യാകുമാരിയിൽ നിന്നുള്ള വാർത്തകൾ? ധ്യാനം തുടരുകയല്ലേ? അരുൺകുമാർ, ഗുഡ് മോർണിംഗ്. പ്രധാനമന്ത്രിയുടെ ധ്യാനം തുടരുകയാണ്. പക്ഷേ ഇപ്പോൾ കഴിഞ്ഞ കുറച്ച് മണിക്കൂറുകളായി അദ്ദേഹം ഈ ധ്യാന കേന്ദ്രത്തിന് പുറത്താണ്. നമ്മൾ ഏതാണ്ട് ഒരു 6 മണിക്ക് 5:45-6 മണിക്ക് ഇവിടെ എത്തിയതാണ്. ആ സമയം മുതൽ തന്നെ പ്രധാനമന്ത്രി ധ്യാന കേന്ദ്രത്തിന് ചുറ്റും സഞ്ചരിക്കുന്നുണ്ട്. അദ്ദേഹത്തിന്റെ കയ്യിൽ ജപമാലയുണ്ട്. ചില നേരങ്ങളിൽ ബൈനോക്കുലർ കണ്ടു. അദ്ദേഹത്തോടൊപ്പമുള്ള ഉദ്യോഗസ്ഥർ കൊടുക്കുന്ന ബൈനോക്കുലർ കൂടി അദ്ദേഹം ദൃശ്യങ്ങൾ കാണുന്നു, സമീപത്തുള്ള കാഴ്ചകൾ കാണുന്നു. അതോടൊപ്പം തന്നെ ചുവപ്പണിഞ്ഞ് ഉയർന്നു വന്ന സൂര്യോദയം അത് കാണുന്നതിന് കാഷായ വേഷം ധരിച്ച് പ്രധാനമന്ത്രിയും പുറത്തുണ്ടായിരുന്നു. അങ്ങനെ ധ്യാനത്തിനെത്തിയ പ്രധാനമന്ത്രി കന്യാകുമാരിയിലെ വിവേകാനന്ദ പാറയിൽ നിന്നുള്ള പ്രകൃതി കാഴ്ചകൾ കൂടി ആസ്വദിക്കുന്നുണ്ട് എന്നുള്ളതാണ് ഏറെ പ്രധാനം. എനിക്ക് പിന്നിൽ കാണുന്ന വിവേകാനന്ദ പാറയിലാണ്. അവിടുത്തെ സ്വാമി വിവേകാനന്ദ സ്മാരക കേന്ദ്രത്തിലും ധ്യാന കേന്ദ്രത്തിലുമാണ് പ്രധാനമന്ത്രി ഇപ്പോഴുള്ളത്. ആ കേന്ദ്രത്തിലും ധ്യാന കേന്ദ്രത്തിലുമായി മാറി കഴിഞ്ഞ കുറേ മണിക്കൂറുകളായി, ഏതാണ്ട് ഒന്നൊന്നര മണിക്കൂറായി പ്രധാനമന്ത്രി ഇങ്ങനെ മാറി സഞ്ചരിക്കുന്ന ദൃശ്യങ്ങൾ അത് നമ്മുടെ കണ്ട് നമ്മൾ മടങ്ങുന്നുണ്ട്. കൃത്യമായിട്ടുള്ള ഫോട്ടോഷൂട്ടും അവിടെ നടക്കുന്നുണ്ടോ എന്നുള്ളതാണ് ഏറെ പ്രധാനം. നമുക്കറിയാം, അദ്ദേഹത്തിൻ്റെ എല്ലാ പരിപാടികളിലും അദ്ദേഹത്തിൻ്റെതായിട്ടുള്ള ക്യാമറ ടീം ആ ദൃശ്യങ്ങളും ആ ഫോട്ടോകളുമാണ് സമൂഹ മാധ്യമങ്ങളുടെ പുറം ലോകത്തേക്ക് എത്തിക്കുന്നത്. ഒരു പക്ഷേ വൈകാതെ തന്നെ കാഷായ വേഷത്തിൽ ഈ സ്വാമി വിവേകാനന്ദ ധ്യാന കേന്ദ്രത്തിൽ ചിലവഴിക്കുന്ന മോദിയുടെ ദൃശ്യങ്ങളും ചിത്രങ്ങളും അത് പ്രധാനമന്ത്രിയുടെ ഓഫീസോ അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ ഏജൻസികളോ ഒക്കെ തന്നെ വൈകാതെ പുറത്തുവിടും. അതിനു മുമ്പ് തന്നെ നമ്മളത് പ്രേക്ഷകരിലേക്ക് എത്തിക്കുകയും ചെയ്തിട്ടുണ്ട്. ദൂര ദൃശ്യങ്ങളായതുകൊണ്ട് വളരെ അടുത്ത് കാണാൻ എന്നാൽ പോലും കൃത്യമായി മോദിയുടെ പ്രവർത്തികളും അദ്ദേഹത്തിന്റെ ശരീരഭാഷയും ഒക്കെ നമുക്ക് മനസ്സിലാകുന്നുണ്ട്. അദ്ദേഹം ജപമാലയും ഏന്തി നടക്കുന്ന കാഴ്ച, അദ്ദേഹം മന്ത്രോച്ചാരണവുമായും നടക്കുന്ന കാഴ്ച, അദ്ദേഹം ബൈനോക്കുലർ ഉപയോഗിച്ച് കാഴ്ചകൾ ആസ്വദിക്കുന്ന കാഴ്ച, അതെല്ലാം നമ്മൾ ഇതിനോടകം തന്നെ പ്രേക്ഷകരിലേക്ക് എത്തിച്ചിട്ടുണ്ട്. പക്ഷേ കുറച്ചുകൂടി അടുത്തുള്ള വിഷ്വൽസ് വൈകാതെ പ്രധാനമന്ത്രി ഓഫീസിൽ നിന്ന് പുറത്തു വരുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. നാളെ വൈകുന്നേരം വരെയാണ് അരുൺകുമാർ മോദിയുടെ ഒന്ന്, നമ്മൾ ഇന്നലെ വിചാരിച്ചത് 45 മണിക്കൂർ ഒറ്റയ്ക്ക് ഏകാന്ത ചിത്തനായി നരേന്ദ്രമോദി ധ്യാനമിരിക്കുമെന്നാണ് കരുതിയത്. പക്ഷെ അങ്ങനെയല്ല ഉണ്ടായത്. വെള്ളവസ്ത്രം ധരിച്ച് വിവേകാനന്ദ പാറയിലേക്ക് പോയ നരേന്ദ്രമോദി ഇന്നലെ രാത്രിയിലെ ധ്യാനത്തിനു ശേഷം ഇന്നിപ്പോൾ പുറത്തിറങ്ങിയിട്ടുണ്ട്. അതിനുശേഷം ഈ ഫോട്ടോഷൂട്ടിൽ പങ്കെടുക്കുന്നുണ്ട്. വെള്ളവസ്ത്രം മാറ്റി കഷായ വസ്ത്രം ധരിക്കുന്നുണ്ട്. ബൈനോക്കുലർ വെച്ച് ചുറ്റുമൊക്കെ നോക്കുന്നുണ്ട്. അപ്പം ധ്യാനം പൂർണ്ണമായിട്ടുള്ള 45 മണിക്കൂർ നീണ്ടു നിൽക്കുന്ന ഒരൊറ്റ അണമുറിയാത്ത ധ്യാനമല്ല, അല്ലേ? അതിലും പ്രതിപക്ഷത്തിന് അവരുടെ ആരോപണങ്ങൾക്ക് കരുത്ത് പകരാൻ പറ്റുന്ന ദൃശ്യങ്ങൾ തന്നെയായിരിക്കും ഇത് എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. കാരണം അവരും ചോദിച്ചത് അങ്ങനെ ധ്യാനത്തിനും ആത്മീയതയിലേക്ക് അലിഞ്ഞു ചേരുന്നതിനുമാണ് പ്രധാനമന്ത്രി വരുന്നതെങ്കിൽ എന്തുകൊണ്ട് തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ് നാളെ അവസാനഘട്ട തെരഞ്ഞെടുപ്പ് പൂർത്തിയാവുകയാണ്, അതിനുശേഷം വന്നുകൂടാ എന്നൊരു ചോദ്യം അവർ ഉന്നയിച്ചിരുന്നു. അതിനോടൊപ്പം അവർ ചോദിച്ചൊരു ചോദ്യമാണ് ഈ തെരഞ്ഞെടുപ്പ് പ്രചരണാർത്ഥമുള്ള ഒരു നിശബ്ദ പ്രചരണത്തിന്റെ മറ്റു തന്ത്രങ്ങളാണ് ഈ ധ്യാനത്തിലൂടെ മോദി കാണുന്നത്, ഉദ്ദേശിക്കുന്നത് എന്നതാണ്. ഏതാണ്ട് അത് തന്നെയാണ് മനസ്സിലാക്കാനാകുന്നത്. അതായത് തുടർച്ചയായുള്ള ധ്യാനം ഈ 3 ദിവസം, ഇന്നലെ വൈകുന്നേരം ഇവിടെ വരുന്നു, നാളെ വൈകുന്നേരം മടങ്ങിപ്പോകുന്നു. ഇതിനിടയിൽ പൂർണ്ണാർത്ഥത്തിലുള്ള തുടർച്ചയായുള്ള ഒരു ധ്യാനത്തിൽ ഏതായാലും മോദി മുഴുകിയിട്ടില്ല എന്നുള്ളത് നമ്മൾക്കിപ്പോൾ രാവിലെ തന്നെ വ്യക്തമായിട്ടുണ്ട്. ആ ദൃശ്യങ്ങളാണ് പുറത്തു വന്നിട്ടുള്ളത്. ഇത് മാത്രമല്ല, അദ്ദേഹം പുറത്തിറങ്ങി ജപമാലയ്ക്ക് കയ്യിലുണ്ട്. ആ ജപമാലയും അതിൽ മന്ത്രോച്ചാരണങ്ങളുമായി മുന്നോട്ട് പോകുന്ന ഒരു കാഴ്ച. അതിനിടയിലാണ് ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ അങ്ങേ കോണിലാണ് ഈ സൂര്യൻ ഉദിച്ചു വരുന്നത് നമുക്ക് കാണാനാകുന്നത്. ആ ദൃശ്യം അല്ലെങ്കിൽ അത് കൃത്യമായി കാണാനാകുന്ന വിധത്തിൽ സ്മാരക കേന്ദ്രത്തിന്റെ ഒരു കോർണറിൽ വന്ന് ഏതാനും മണിക്കൂറുകൾ പ്രധാനമന്ത്രി അവിടെ ചിലവഴിക്കുകയും ചെയ്തിരുന്നു. അപ്പം നമ്മളും ആ സൂര്യോദയം കാണുന്നുണ്ടായിരുന്നു. അതിനിടയിലാണ് പ്രധാനമന്ത്രിയും ഇങ്ങേ അറ്റത്ത് നിന്ന് ആ സൂര്യോദയം ഏതാണ്ട് ഒരുപാട് നേരം, ഒരു 15-20 മിനിറ്റ് അദ്ദേഹം ആ കോർണറിൽ തന്നെ നിന്ന് സൂര്യോദയം ആസ്വദിക്കുന്നുണ്ടായിരുന്നു. അതിനുശേഷമാണ് പിന്നെ ഈ ഫോട്ടോഷൂട്ടൊക്കെ നമ്മുടെ ശ്രദ്ധയിൽപ്പെടുന്നതും. നിരവധി ഫോട്ടോഗ്രാഫേഴ്സ് ഉണ്ട്, നിരവധി വീഡിയോഗ്രാഫേഴ്സ് അദ്ദേഹത്തെ ചുറ്റി നടക്കുന്നുണ്ട്. അവരുടെ നിർദ്ദേശാനുസരണം മോഡിയുടെ മൂവ്മെന്റും നമുക്കതിൽ വ്യക്തമാണ്. അതിനുശേഷമാണ് ഈ വിവേകാനന്ദ സ്മാരക കേന്ദ്രത്തിന് മുന്നിൽ വന്നിട്ട് തൊട്ട് മുമ്പ് നമ്മുടെ കണ്ണിൽ പതിഞ്ഞ ദൃശ്യത്തിലാണ് അദ്ദേഹം ഉദ്യോഗസ്ഥർ നൽകിയ ബൈനോക്കുലർ വാങ്ങി ചുറ്റും നിരീക്ഷിക്കുന്ന ഒരു കാഴ്ച കൂടി നമുക്ക് കാണാനായി. അങ്ങനെ പൂർണ്ണമായ ഒരു ധ്യാനമല്ല ഇത് എന്നുള്ളത്, അത് ആത്മീയതയെ കുറ്റം പറയാനോ അല്ലെങ്കിൽ ആത്മീയതയെ മാത്രം ഉദ്ദേശിച്ചല്ല മോദിയുടെ വരവ് എന്നുള്ളത് പ്രതിപക്ഷത്തിന്റെ ആരോപണങ്ങളോ അല്ലെങ്കിൽ അവരുടെ വിമർശനങ്ങളോ ഒക്കെ ശരിവെക്കുന്ന തരത്തിൽ തന്നെയാണ്. പൂർണ്ണാർത്ഥത്തിലുള്ള ഒരു ധ്യാനത്തിലേക്കല്ല മോദി പോയിട്ടുള്ളത് എന്നുള്ളത് ഏതായിരുന്നാലും വ്യക്തമാണ്. ഇന്നലെ പ്രധാനമന്ത്രി ഇവിടേക്ക് വരുമ്പോൾ അദ്ദേഹം
വെള്ള വസ്ത്രങ്ങളൊക്കെ ധരിച്ചാണ് വന്നത്. പിന്നീട് കന്യാകുമാരി ദേവി ക്ഷേത്രത്തിൽ ദർശനമൊക്കെ പൂർത്തിയാക്കി അവിടെ നിന്നുള്ള പ്രസാദമൊക്കെ വാങ്ങിയതിനു ശേഷമാണ് അദ്ദേഹം ബോട്ടിൽ ഈ കാണുന്ന വിവേകാനന്ദ പാറയിലേക്ക് വരുന്നത്. അതിനുശേഷം ഉദ്യോഗസ്ഥരുടെ അകമ്പടിയോടെ വിവേകാനന്ദ പാറയ്ക്കകത്തേക്ക് കയറുകയും ആ വിവേകാനന്ദ സ്മാരക കേന്ദ്രത്തിനകത്തുള്ള വിവേകാനന്ദ സ്വാമികളുടെ പ്രതിമയിലും അവിടുത്തെ ഛായാചിത്രത്തിലുമൊക്കെ അദ്ദേഹം പൂജിച്ചു നിൽക്കുന്നൊരു കാഴ്ച, കൂപ്പ് കൈകളുമായി നിൽക്കുന്നൊരു കാഴ്ച, അവിടെ പുഷ്പാർച്ചന നടത്തുന്ന കാഴ്ചയൊക്കെ നമ്മൾ കണ്ടതാണ്. അതിനുശേഷമാണ് അദ്ദേഹം ഒരു പക്ഷേ ഈ ധ്യാന കേന്ദ്രത്തിലേക്ക് വന്നിട്ടുണ്ടാകുമെന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാനാകുന്നത്. കാരണം ആ സ്മാരക കേന്ദ്രത്തിനുള്ളിലേക്ക് കയറി പോകുന്നത് നമ്മൾ കണ്ടു. ഏതാനും മിനിറ്റുകൾക്ക് ശേഷം അവിടെ നിന്ന് പുറത്തേക്ക് വരുന്നത് നമ്മൾ കണ്ടു. പിന്നെ ഏതാനും മണിക്കൂറുകൾ നമ്മളിവിടെ ചിലവഴിച്ചിട്ടും പിന്നെ ഏത് ഭാഗത്തേക്കാണ് മോദി പോയത് എന്നുള്ളത് നമ്മുടെ കണ്ണിൽ പെട്ടിരുന്നില്ല. കാരണം നമുക്കറിയാം, നമ്മൾ നേരത്തെ സൂചിപ്പിച്ചു, നമ്മൾ ഒരുപാട് അകലെയാണ് നിൽക്കുന്നത്. സുരക്ഷാ കാരണങ്ങൾ കൊണ്ട്, സുരക്ഷാ പ്രശ്നങ്ങൾ കൊണ്ട് നമ്മൾ ഒരുപാട് അകലെയാണ്, നമുക്ക് നിയന്ത്രണത്തോടെയാണ് നമ്മളിവിടെ അനുവദിച്ചിട്ടുള്ളത്. അപ്പം മറ്റൊരു ഭാഗത്തൂടെ ഇറങ്ങി ആ സ്മാരക കേന്ദ്രത്തിന് തൊട്ട് താഴെ കാണുന്ന ആ കറുത്ത കതിർമണ്ഡപം ഒക്കെ ആയിട്ട് കാണുന്ന ആ ധ്യാന കേന്ദ്രത്തിലേക്ക് മോദി പ്രവേശിച്ചിട്ടുണ്ടാകുമെന്നുള്ളതാണ് മനസ്സിലാക്കാനാകുന്നത്. ഇന്ന് രാവിലെ നമ്മൾ അദ്ദേഹത്തെ ആദ്യം കാണുമ്പോഴും ആ സ്മാരക കേന്ദ്രത്തിന്റെ ഒരു മൂലയ്ക്ക് ഈ സൂര്യോദയം വളരെ കൃത്യമായി, വളരെ വ്യക്തമായി കാണാനാകുന്ന വിധത്തിൽ ഒരു മൂലയ്ക്ക് പ്രധാനമന്ത്രി ചിലവഴിക്കുകയായിരുന്നു. കുറേ നേരം അവിടെയായിരുന്നു. സൂര്യൻ ഉദിച്ചു വന്ന്, ഈ കടലിടുക്കിൽ നിന്ന് സൂര്യൻ ഉദിച്ചു പൊങ്ങി അതിൻ്റെ ഒരു പൂർണ്ണതയിലേക്ക് വന്നതിന് ശേഷമാണ് മോദി പിന്നെ അവിടുന്ന് മാറുന്നത്. അതിന് പിന്നാലെ അദ്ദേഹത്തിന്റെ വലയം വെച്ചുകൊണ്ട്, അദ്ദേഹത്തെ വളഞ്ഞുകൊണ്ട് അദ്ദേഹത്തിന്റെ വീഡിയോഗ്രാഫേഴ്സ്, ഫോട്ടോഗ്രാഫേഴ്സ് വരുന്നൊരു കാഴ്ച. പിന്നീട് അവരുടെ നിർദ്ദേശങ്ങൾക്കനുസരിച്ച് മോദിയുടെ ഓരോ ആക്ടിവിറ്റി, ജപമാല ഉപയോഗിക്കുന്നതൊക്കെ അവരുടെ നിർദ്ദേശത്തിനനുസരിച്ച് മുന്നോട്ട് പോകുന്നതും നമ്മൾ കണ്ടു. പിന്നീട് ഈ ധ്യാന കേന്ദ്രത്തെ അദ്ദേഹം വലയം വെച്ച് വരികയും ഓരോ പോയിന്റിലും കുറേ നേരം ഭക്തി നിർഭരമായി അദ്ദേഹം നിൽക്കുന്ന കാഴ്ച ഈ നമുക്കറിയാം. കുറച്ചുകൂടി കഴിയുമ്പോൾ വിഷ്വൽസ് വരുമ്പോൾ നമുക്ക് കുറച്ചുകൂടി വ്യക്തമാകും. ആ ജപമാലയൊക്കെ കയ്യിലേന്തി കണ്ണുകളൊക്കെ അടച്ച് വളരെ ആത്മീയതയിൽ ലയിച്ചു നിൽക്കുന്നു എന്ന് തോന്നിപ്പിക്കും വിധത്തിലുള്ള അദ്ദേഹത്തിന്റെ നിൽപ്പൊക്കെ നമ്മൾ കണ്ടു. അതൊക്കെ ഈ ഫോട്ടോഗ്രാഫേഴ്സും വീഡിയോഗ്രാഫേഴ്സും അത് പകർത്തുന്നുമുണ്ടായിരുന്നു. അതിനുശേഷം വീണ്ടും അദ്ദേഹം ആ ധ്യാന കേന്ദ്രത്തിനകത്തേക്ക് കയറുന്നു. പിന്നീട് അതുവഴി ഈ സ്മാരകത്തിലേക്ക്, ഏറ്റവും മുകളിൽ കാണുന്ന ആ കറുപ്പും ചുവപ്പും നിറഞ്ഞ സ്മാരക കേന്ദ്രത്തിലേക്ക്, വിവേകാനന്ദ സ്മാരക കേന്ദ്രത്തിനുള്ളിലേക്ക് പോയിട്ടാണ് അതിൻ്റെ മുന്നിൽ നിന്നുള്ള ദൃശ്യങ്ങളാണ് പിന്നെ നമ്മൾ കാണുന്നത്. അതാണ് ഏറ്റവും ടോപ്പിലുള്ള പോയിന്റ് എന്ന് പറയുന്നത്. ആ ടോപ്പ് പോയിന്റിൽ നിന്നുകൊണ്ടാണ് പിന്നീട് പ്രധാനമന്ത്രിയും ബൈനോക്കുലർ ഉപയോഗിച്ച് ഈ ദൃശ്യങ്ങളൊക്കെ, പരിസരമൊക്കെ നിരീക്ഷിക്കുന്നതും വീക്ഷിക്കുന്നതും ഒക്കെ നമ്മൾ കാണുകയും ചെയ്തു. അതിനുശേഷം വീണ്ടും അദ്ദേഹം ആ വിവേകാനന്ദ സ്മാരകത്തിനടുത്തേക്ക് നടന്നു മറിയുകയും ചെയ്തിട്ടുണ്ട്. ഏതായാലും ആ ദൃശ്യങ്ങളൊക്കെ പ്രധാനമന്ത്രിയുടെ ഓഫീസോ മറ്റോ വൈകാതെ പുറത്തുവിടും. നാളെ വൈകുന്നേരം വരെയാണ് മോദിയുടെ ഈ പറയുന്ന ധ്യാനം നിശ്ചയിച്ചിട്ടുള്ളത്. ഒരു പക്ഷേ ഈ ധ്യാനത്തിലേർപ്പെട്ടതിനു ശേഷം, വിവേകാനന്ദൻ ധ്യാനമിരുന്ന അതേ സ്മാരക കേന്ദ്രത്തിൽ വന്ന് ധ്യാനം അനുഷ്ഠിക്കുമ്പോൾ മോദിക്കുണ്ടായ അനുഭവം എന്താണ് എന്നതടക്കമുള്ള പ്രതികരണങ്ങളും ഒരുപക്ഷെ വൈകാതെ മോദി പുറത്തുവിട്ടേക്കാം. ഒരുപക്ഷേ നേരത്തെ ചിത്രീകരിച്ച ദൃശ്യങ്ങളിൽ അതനുസരിച്ചുള്ള അനുഭവങ്ങളൊക്കെ അദ്ദേഹം പങ്കുവച്ചിട്ടുണ്ടാകാം എന്നാണ് മനസ്സിലാക്കുന്നത്. അദ്ദേഹത്തിന്റെ രീതി അനുസരിച്ച് അത്തരത്തിലുള്ള കന്യാകുമാരിയിൽ വന്നപ്പോൾ എത്രത്തോളം ആത്മീയത അദ്ദേഹത്തിന് ആസ്വദിക്കാനായി, കന്യാകുമാരി ദേവി ക്ഷേത്രത്തിൽ ദർശനം നടത്തിയപ്പോൾ എത്രത്തോളം ആത്മീയതയിലേക്ക് ഓടിയെത്താൻ അദ്ദേഹത്തിനായി, അതിനപ്പുറത്തേക്ക് വിവേകാനന്ദ പാറയിലേക്ക്, സ്മാരക കേന്ദ്രത്തിലേക്ക് വന്ന ധ്യാന നിമഗ്നനായപ്പോൾ എത്രത്തോളം മനസ്സിൽ ആ ആത്മീയതയിൽ അലിഞ്ഞു ചേരാനായി എന്നുള്ള അനുഭവം കൂടി ഒരുപക്ഷെ മോദി പങ്കുവെച്ചേക്കും എന്നാണ് മനസ്സിലാക്കാനാകുന്നത്. ആ ദൃശ്യങ്ങളൊക്കെ ആ രീതിയിൽ തന്നെയായിരിക്കും അവർ പകർത്തിയിട്ടുണ്ടാവുക എന്നുള്ളതാണ് മനസ്സിലാക്കാനാകുന്നത്. രാജ്യത്ത് പ്രചരണത്തിന്റെ അവസാന മണിക്കൂറാണ്. വിവേകാനന്ദ പാറയിൽ നരേന്ദ്രമോദി കണ്ട സൂര്യനെ അല്ലമീന് കാണാൻ സാധിച്ചു എന്നാണ് എന്റെ വിശ്വാസം. രാവിലെ കണ്ടോ സൂര്യോദയം? കണ്ടു രാവിലെ കണ്ടു. ഒരുപാട് ആളുകളും അവിടെ ഉണ്ടായിരുന്നു. കടൽ തീരത്തിറങ്ങി വളരെ വ്യക്തമായി തന്നെ ആ സൂര്യോദയം കാണാനായി. ആ ദൃശ്യങ്ങൾ നമുക്ക് ഒരു പക്ഷേ നാളത്തെ ദൃശ്യങ്ങളും ഇന്നത്തെ സൂര്യാസ്തമയ ദൃശ്യങ്ങളും കൂടി ഉൾപ്പെടുത്തി ഇവിടുത്തെ ആ കാഴ്ചകൾ അത് പ്രേക്ഷകരിലേക്ക് നമുക്ക് വൈകാതെ എത്തിക്കാം. ഇന്ന് ഏതായാലും നമ്മൾ ആ ദൃശ്യങ്ങൾ പകർത്തുകയും ചെയ്തിട്ടുണ്ട്. ഇന്നത് പ്രേക്ഷകരിലേക്ക് എത്തിക്കുന്നില്ല, പ്രേക്ഷകർക്ക് കണ്ടിട്ടുള്ളതാണ്. ഏതായാലും നമ്മൾ കണ്ട ഒരു കാഴ്ച അത് നാളത്തെ ദൃശ്യങ്ങളും പകർത്തി, ഇന്ന് സൂര്യാസ്തമയത്തിലെ ദൃശ്യങ്ങൾ കൂടി പകർത്തിയിട്ട് ഒരു പൂർണ്ണാർത്ഥത്തിൽ കന്യാകുമാരിയിലെ കാഴ്ചകൾ പ്രേക്ഷകർക്കും പങ്കുവയ്ക്കാനാകും. ഞാനും നമ്മുടെ ക്യാമറാമാൻ മനുവും നമ്മളോടൊപ്പം വന്ന ഡ്രൈവർ രാഹുൽ കൃഷ്ണയും ഒക്കെ രാവിലെ തന്നെ എത്തി ആ കാഴ്ച ആസ്വദിച്ചതിന് ശേഷമാണ്, ആസ്വദിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് മറ്റൊരാൾ കൂടി മറ്റൊരു മൂലയിൽ നിന്ന് ഈ ദൃശ്യങ്ങൾ ആസ്വദിക്കുന്നു എന്ന് മനസ്സിലായത് പ്രധാനമന്ത്രി. അങ്ങനെയാണ് ആ ദൃശ്യങ്ങൾ കൂടി നമ്മൾ പകർത്തി. ഗംഭീരമായി ആ ദൃശ്യങ്ങൾ എന്തായാലും. താങ്ക് യു അല്ലമീൻ. ഇനി ഞാൻ തിരിച്ചു വരാം. നമുക്ക് ഒട്ടേറെ മറ്റു ചില വാർത്തകൾ കൂടി പ്രേക്ഷകരുമായി പങ്കുവയ്ക്കാനുണ്ട്. പ്രിയപ്പെട്ട പ്രേക്ഷകരെ, അങ്ങനെ നരേന്ദ്രമോദി കന്യാകുമാരിയിൽ വിവേകാനന്ദ പാറയിൽ ധ്യാനവും ധ്യാനത്തിനോടൊപ്പം സൂര്യോദയം ആസ്വദിച്ചും ഒപ്പം ഫോട്ടോഷൂട്ടിൽ പങ്കെടുത്തും ഒക്കെ ചിലവഴിക്കുകയാണ്. ഇന്ന് നരേന്ദ്രമോദിയുടെ വാരണാസിയിൽ പരസ്യപ്രചരണം ഇന്നലെ അവസാനിച്ചിരുന്നു. അവിടെ ഇനി നാളെ വോട്ടെടുക്കാൻ പോവുകയാണ്. ഇതിനിടയിലാണ് ഇപ്പോൾ വിവേകാനന്ദ പാറയിൽ ഫോട്ടോഷൂട്ടും ധ്യാനവും സൂര്യോദയം ആസ്വദിക്കലും ഒക്കെയായി നരേന്ദ്രമോദി തുടരുന്നത്. വിവേകാനന്ദ പാറയിൽ ഇന്നും സഞ്ചാരികൾക്ക് സന്ദർശനമില്ല. നാളെ ഉച്ചവരെയും മറ്റു സഞ്ചാരികൾക്ക് സന്ദർശനം ഉണ്ടാവില്ല. സാധാരണ വിവേകാനന്ദ പാറയിൽ അതിഥികളെ രാത്രിയിൽ തങ്ങാൻ അനുവദിക്കുന്നതല്ല. പക്ഷേ ഇന്നലെ പ്രധാനമന്ത്രി ഇന്നലെ മുതൽ തുടങ്ങിയ ധ്യാനവുമായി ബന്ധപ്പെട്ട് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും നരേന്ദ്രമോദിയുടെ സുരക്ഷാ ഉദ്യോഗസ്ഥരും ഒപ്പം നരേന്ദ്രമോദിക്കൊപ്പം എത്തിയിരിക്കുന്ന ക്യാമറാമാൻമാരും ഒക്കെ ഈ വിവേകാനന്ദ പാറയിൽ തന്നെ തുടരുന്നു.
45 മണിക്കൂർ നേരം വിവേകാനന്ദ പാറയിൽ അദ്ദേഹം ചിലവഴിക്കും. പൂർണ്ണമായ ധ്യാനമല്ല, ധ്യാനത്തിനിടയിൽ അദ്ദേഹം പുറത്തിറങ്ങി കാഴ്ചകളൊക്കെ ആസ്വദിക്കുന്നുണ്ട്, ബൈനോക്കുലർ വെച്ച് കാഴ്ചകൾ ആസ്വദിക്കുന്നുണ്ട്. ധാരാളം ഫോട്ടോഗ്രാഫർമാർ അദ്ദേഹത്തെ ചുറ്റി നിൽക്കുന്ന കാഴ്ചയും നമുക്ക് കാണാൻ സാധിക്കും. അങ്ങനെ ഫോട്ടോഷൂട്ടിലും ധ്യാനത്തിലും കാഴ്ചകൾ കണ്ടും ഒക്കെ വിവേകാനന്ദ പാറയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി തുടരുകയാണ്. 45 മണിക്കൂർ കഴിഞ്ഞതിനു ശേഷം പ്രധാനമന്ത്രി നരേന്ദ്രമോദി വിവേകാനന്ദ പാറയിൽ നിന്ന് തിരിച്ച് കന്യാകുമാരിയിലേക്ക് എത്തും. അവിടെ നിന്നും തിരിച്ച് ഡൽഹിയിലേക്ക് പോവുകയും ചെയ്യും നാളെ ഉച്ചവരെ കന്യാകുമാരിയിലേക്ക് വിവേകാനന്ദ പാറയിലേക്ക് സഞ്ചാരികളെ അനുവദിക്കുന്നതല്ല എന്നുകൂടി പ്രേക്ഷകരെ അറിയിക്കുന്നു. നാളെ ഉച്ചയ്ക്ക് ശേഷം മാത്രമായിരിക്കും സഞ്ചാരികളെ കടത്തിവിടുക. അതുകൊണ്ട് നിങ്ങൾക്ക് കന്യാകുമാരിയിൽ പോകാൻ താല്പര്യമുണ്ടെങ്കിൽ നാളെ കഴിഞ്ഞ് മറ്റന്നാളേക്ക് പോകുന്നതായിരിക്കും നല്ലത് എന്ന് ഓർമ്മിപ്പിക്കുന്നു.